അപ്പോ ഡേ 2 ഓഫ് കണ്ടിന്യൂസ് വ്ളോഗിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാല്ലേ. നമ്മള് കണ്ടിന്യൂസ് ഇപ്പോൾ ഗുഡ് മോർണിംഗ്, ഒരു ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്ന് കുറച്ച് ലേറ്റായി. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഷെഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്ലാനിങ് എന്ന് വെച്ചാൽ ഒന്നൊരു മീറ്റിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം പുള്ളി അവിടെ ഉണ്ടെങ്കിൽ എന്തായാലും അവിടെ പോകണം. അതൊന്ന്. 2, അജയുടെ അടുത്ത് ഒന്ന് പറ്റുമെങ്കിൽ പോകണം. അത് ചിലപ്പോൾ ഞാൻ ഇന്ന് ക്യാൻസൽ ചെയ്യും. കാരണം നേരെ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് പുള്ളിക്കാരൻ്റെ കുറച്ച് PC കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്ക് അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ അതെങ്കിൽ അവിടെ നിന്ന് പോയി പിക്ക് ചെയ്തിട്ട് നാളെ അങ്ങനെ അജയുടെ പോയി അത് സെറ്റ് ചെയ്തുകൊണ്ട് തിരിച്ചു പോകാം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മീറ്റിംഗ്. പിന്നെ അപ്പോൾ ഇന്നിപ്പം നിഖിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ ഇന്ന് ഓഫാണ്. അപ്പം അവൻ അങ്ങോട്ട് വരാം. വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ന് വരാൻ എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടെങ്കിൽ ചെയ്തു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിഖിൽ രാവിലെ വരും. അപ്പോൾ നമുക്കുള്ളത് താടി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ട്. പിന്നെ ശ്രീത്ത് എൻ്റെ ഫ്രണ്ടിന്റെ അവന് ഒരു കല്യാണക്കത്ത് അടിച്ചു. അപ്പോൾ അത് കുറച്ച് ഡിലേ ആയി. നമ്മൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിച്ച് ഇന്നലെ ചടങ്ങുകൾ തീർന്നേ ഉള്ളൂ. അപ്പം അത് ഒന്ന് എങ്ങനെയെങ്കിലും അവൻ്റെ കുഞ്ഞാവോടുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൊണ്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊന്ന് ചെയ്യണം. അപ്പോൾ ഇന്ന് കുറച്ചധികം പ്ലാനുകളുണ്ട്. അതെല്ലാം ഇന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അജയുടെ അടുത്ത് പോക്ക് മിക്കവാറും ഇന്നത്തേക്ക് മാറ്റി അടുത്ത ദിവസത്തേക്ക് ആക്കും. നമുക്ക് ഇതിലൊരു ഡാഷ് ക്യാമും കൂടെ വയ്ക്കാം. ഞാനത് ആലോചിച്ചു. ഞാൻ ഇന്നലെ രാത്രി തന്നെ വെച്ചാലെന്ന് ആലോചിച്ചതാണ്. പിന്നെ നല്ല ടയേർഡായിരുന്നു. എനിക്ക് നല്ല തലവേദന ഇപ്പോഴും ഉണ്ട് ചെറുതായിട്ട്. എനിക്ക് സൈനസിന്റെ പ്രശ്നമുണ്ട് ചെറുതായിട്ട്. അപ്പം അതിനെ ഒന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ ഇതൊക്കെ കാണിച്ചു തരാൻ ഓട്ടവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി വീട്ടിൽ വന്നപ്പോൾ ഏകദേശം 12 മണി കഴിഞ്ഞു. ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. അതാണ് ഇന്നത്തിരി ഞാനും എണീച്ചപ്പോൾ 9:30 കണ്ട കഴിഞ്ഞു. രാവിലെ എണീച്ച് ഞാൻ രാവിലെ കറക്റ്റ് 7:45 എണീച്ച്. എന്നിട്ട് നല്ല ക്ഷീണം. കാരണം കുറേ ദിവസത്തെ ഉറക്കം ഉണ്ടായിരുന്നു. ഇന്നലെ നല്ല എനിക്ക് കാല് നല്ല പെയിൻ ആയിരുന്നു. കാരണം രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിൽക്കുകയാണ് ചെയ്തത് ഇന്നലെ. കാരണം ചടങ്ങായിരുന്നു. അപ്പം നിന്നേ പറ്റുള്ളായിരുന്നു. അപ്പോൾ രാത്രി നമ്മൾ 6 മണിയായപ്പോഴാണ് ഞാൻ ഫ്രീ ആയത്. എന്നിട്ടാണ് സ്റ്റുഡിയോ വന്ന് സ്റ്റുഡിയോയിലും കുറച്ച് അല്പം നേരം വർക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് എല്ലാം കൂടെ ഡിലേ ആയത്. കുഴപ്പമില്ല, നമ്മളെന്ന് എന്തായാലും ഷെഡ്യൂൾസ് മാക്സിമം ക്ലിയർ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെറിയ 1-2 ഈ ചടങ്ങിൻ്റെ ബാക്കി സാധനങ്ങൾ കുറച്ച് കൊണ്ട് തിരിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യേണ്ടി വരും. അത് ഇനി എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. കൊല്ലം പോകുന്നത് നമുക്ക് കുറച്ച് ഈവനിങ് ആയാലും പ്രശ്നം വരത്തില്ലാന്ന് തോന്നുന്നു. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം പോവാം. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം പോവാം. ഉച്ചയ്ക്ക് മാക്സിമം ഈവനിങ് നോക്കാം. എന്തായാലും ശരി. എന്തായാലും അത് ഉണ്ടെങ്കിൽ എന്തായാലും പോകണം. അത് കുറെ നാളെ നീട്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് രാവിലെ ചെന്നിട്ട് വർക്ക് ഫിനിഷ് ചെയ്യുക. 2 ബില്ലുകൾ മാക്സിമം അയക്കുക. 1-2 പേരെ കോണ്ടാക്ട് ചെയ്യാണ്ട് 1-2 നമുക്ക് തന്നെ വീണ്ടും മൊത്തം പറ്റിപ്പോയി. അതൊരു നമ്മളെപ്പോഴും പറയുന്നതാണ്. എന്നിട്ട് നമ്മള് ചില സൗഹൃദങ്ങളുടെ പേരിൽ അഡ്വാൻസ് വാങ്ങിക്കാതെ ചെയ്യും. അത് നമുക്ക് റെഗുലർ വർക്ക് തരുന്നതിനടുത്ത് കുഴപ്പമില്ല. ഈ മുറി ഒരു പീസൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നവരുടെ നമ്മൾ അഡ്വാൻസ് ചെയ്യണം. അപ്പോൾ അത് വിളിച്ച് കൺഫേം ചെയ്ത് ഒരു ചെറിയ ഇതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അതൊന്ന് ക്ലിയർ ആക്കണം. പിന്നെ നമുക്ക് ഉച്ച സമയത്ത് പറ്റുമെങ്കിൽ പോയി മുടി വെട്ടണമെന്ന് കുറേ ദിവസമായി. അപ്പൂൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഇതൊക്കെ ആയത് കാരണം വെട്ടത്തില്ലായിരുന്നു. അപ്പോൾ എനിക്കും പോയിടണം. നല്ല തടിയൊക്കെ അല്ല, ഒരു ദിവസം ഞാൻ പോകാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും മാടിയിരുന്നു. അല്ല, അത് പിന്നെ ലേറ്റ് ആയി പോയി. പോണെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്, പക്ഷെ നടന്നില്ല. പിന്നെ ലേറ്റ് ആയി. പിന്നെ വിചാരിച്ച് 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് സംബന്ധിച്ച്. ബാക്കിയുള്ളവർക്കല്ലേ രീതിയാണ്. എനിക്കും താടി ചിലപ്പോൾ ഞാൻ വളർത്തിയിട്ടുണ്ട് മുമ്പ്. ഇതിനേക്കാളും നല്ലോണം വളർത്തിയിട്ടുണ്ട്. അത് ഫോട്ടോസൊക്കെ കാണിച്ചു തരാം വേണമെങ്കിൽ. നല്ലോണം വളർത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ശീലിച്ച് കുറെ നാളുകൊണ്ട് വെട്ടി ഇപ്പം പറ്റുന്നില്ല. അപ്പൊ അത് പറ്റുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുറച്ച് ഷെഡ്യൂൾസ്. വേറെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ വഴിയെ അത് അപ്ഡേറ്റ് ചെയ്യാം. പോകുന്നുള്ള മീറ്റിംഗ്സ് അപ്ഡേറ്റ്സ്, പിന്നെ ഇന്ന് സ്റ്റുഡിയോയിലുള്ള അപ്ഡേറ്റ്സ് എല്ലാം കാണിച്ചു തരാം. ബാക്കി നമുക്ക് അങ്ങ് പോയിട്ട് പറയാം. ഓക്കെ, അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഓക്കെ, സീ യു സൂൺ.